അപ്പോൾ എന്ത് നേടാനുള്ള ത്രയവുമായിട്ട് അല്ലെങ്കിൽ താല്പര്യമായിട്ടാണ് നമ്മുടെ ഓരോ ബെനിഫിഷ്യറീസും നമ്മുടെ അടുത്തേക്ക് വരുന്നത്? എന്താ വേണ്ടേ? ഈ ഓരോ ബെനിഫിഷ്യറീസിലും നമ്മൾ ആദ്യം കാണും നമ്മളെ തന്നെയാണ് അല്ലേ? ഒരു ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് എന്താ വേണ്ടേ? ജോലി. അതാണ് 18 വയസ്സ് കഴിഞ്ഞ് സെക്കൻഡറിയും പ്രീ വൊക്കേഷനും വൊക്കേഷണൽ ട്രെയിനിങ്ങും എല്ലാം കഴിഞ്ഞ് വരുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിൽ നമ്മൾ ആദ്യം കാണും നമ്മളെ തന്നെയാണ്. ഒരു ജോലി വേണം അല്ലേ? അപ്പോൾ ഒരു ജോലി വേണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരാൾക്ക് നമുക്കൊരു ജോലി കൊടുക്കണം അല്ലേ? ജോലി വേണം നമുക്ക്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ക്ലാസ് റൂമിൽ നമ്മൾ ടീച്ചർമാരല്ലേ, ട്രെയിനേഴ്സാണ് നമ്മൾ അല്ലേ? ഈ കുട്ടിക്ക് എവിടേക്കാണ് വരുന്നത്? ഈ കുട്ടി എവിടേക്കാണ് വരണേ? ക്ലാസ് റൂമിലേക്ക് അല്ലേ? ക്ലാസ് റൂമിലേക്കാണ് വരണേ. എന്ത് ചോദിച്ചിട്ട്? എനിക്ക് ജോലി വേണം, എനിക്ക് ജോലിക്ക് പോകണം. ക്ലാസ് റൂമിൽ നമ്മൾ ജോലി കൊടുക്കുവോ? ഉറക്കം വരട്ടെ, കൊടുക്കുവോ? നമ്മുടെ ജോലി അവിടെ പോയി എടുക്കേണ്ടത് അല്ലേ? വേറെ ആൾക്ക് ജോലി കൊടുക്കുവോ? അപ്പം നമ്മൾ ആ കുട്ടിക്ക് എവിടെ ജോലി കൊടുക്കാൻ പോണേ? ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം, ഔട്ട്സൈഡ് ദ ക്യാമ്പസ് അല്ലേ? ക്യാമ്പസിൽ നമ്മൾ എന്താ ചെയ്യണേ? ട്രെയിനിങ്. അപ്പോൾ ഈ ട്രെയിനിങ്ങിൽ നമ്മൾ പറയാം, അപ്പോൾ റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ F&B ഫുഡ് ആൻഡ് ബിവറേജസ് അറിയാലോ, എന്തുകൊണ്ട് ഗ്രീറ്റിംഗ് ദ കസ്റ്റമർ തൊട്ടിട്ട് ക്ലീനിങ് ദ ടേബിൾ വരെ നമ്മളൊരു കുട്ടീനെ, ഒരു ബെനിഫിഷ്യറീനെ പഠിപ്പിക്കും. അപ്പം നമ്മൾ ആ കുട്ടിയോട് പറയാം, 4 പേരുണ്ടെന്ന് വിചാരിച്ചോളോ, 4 ഗ്ലാസ് നിറച്ചോളോ. എത്രത്തോളം ആ കുട്ടിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ചെയ്യാനും സാധിക്കും? എത്രത്തോളം വ്യക്തമായിട്ട് പറ്റും? കാരണം അവർക്ക് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇമാജിൻ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അല്ലേ? എല്ലാവരും തലാട്ടണില്ല അല്ലേ? സമ്മതിക്കുന്നില്ലേ? ആണ്. അബ്സ്ട്രാക്ട് തിങ്കിങ്, ഇമാജിനേഷൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളവിടെ എന്ത് സൃഷ്ടിക്കണം? സ്റ്റിമുലേറ്ററി സൃഷ്ടിക്കണം. ഇതിനു മുമ്പ് നമുക്ക് എന്തൊരു കാഴ്ചപ്പാട് വേണം? ഈ സ്റ്റിമുലേറ്ററി സൃഷ്ടിച്ചു, ഞാനത് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ ടീച്ചർ അത് ചെയ്യാൻ പറഞ്ഞു. ഇതെവിടെയാണ് സംഭവിക്കുക? ഇൻസൈഡ് ദ ക്ലാസ് റൂം. ഇവരെന്നും ക്ലാസ് റൂമിൽ ഇരിക്കുമോ? ഉണ്ടോ? ഇപ്പോൾ മറ്റേ ന്യൂറോ ഡൈവേർജൻ്റെ മാം പറഞ്ഞ പോലെ 6 മാസം കഴിഞ്ഞാൽ ദേ ഹാവ് ടു ഗോ ഫോർ എ ജോബ് അല്ലേ? അപ്പോൾ ഈ 6 മാസം കഴിഞ്ഞാൽ ആ കുട്ടി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ പെരുമാറണം, എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് നമ്മൾ എവിടെ പഠിപ്പിക്കുന്നത്? ഈ 4 ചുമരുകൾക്കുള്ളിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ കുട്ടി നമ്മളിപ്പോൾ എന്ത് സ്കില്ലെടുക്കുമ്പോൾ, എന്ത് പഠിപ്പിക്കുമ്പോഴും, എന്ത് ആക്ടിവിറ്റി ചൂസ് ചെയ്യുമ്പോഴും നമ്മുടെ ഫ്യൂച്ചറിസ്റ്റ് വേർഷൻ എന്ത് വേണം? തിങ്കിങ് എവിടെ എത്തണം? ഈ സാധനം ഈ കുട്ടി ഹോട്ടലിൽ ചെയ്യുമ്പോൾ, ഈ കാര്യം ഈ കുട്ടി തുണിക്കടയിൽ ചെയ്യുമ്പോൾ, ഈ കാര്യം ഈ കുട്ടി ഒരു ഓഫീസിലെ ബാക്ക് എൻഡിൽ ഇരുന്നിട്ട് ഒരു 10 റൂം ബുക്ക് ചെയ്തിട്ട് 2 റൂമിൽ AC ഇല്ല എന്ന് ഡാറ്റ എൻട്രി ട്രെയിനി ആയിട്ടുള്ള കുട്ടി വിളിച്ചു പറയും. അത് എൻട്രി ചെയ്യുന്നു, 1നും 2നും AC വേണ്ട. അത് എങ്ങനെ ഉപയോഗിക്കാൻ ആ കുട്ടിയെ നമുക്ക് സഹായിക്കാം. ലൈഫ് ആഫ്റ്റർ യു, ലൈഫ് വിത്തൗട്ട് യു, how he or she is going to those learned skills in an applied version അല്ലേ? അതല്ലേ നമ്മൾ ആ കുട്ടിയെ പഠിക്കാൻ ശ്രമിക്കുന്നത്. ജസ്റ്റ് +2 SSLC നമ്മൾ സാഗു ഒക്കെ പഠിച്ച പോലെ പഠിച്ച് പേപ്പറിൽ വെച്ച് പോകുന്നു. ആർ വി യൂസിങ് ഇറ്റ്? ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് ഉപയോഗിക്കാനാണ് നമ്മൾ ആ കുട്ടികളെ, നമ്മുടെ ബെനിഫിഷ്യറീസിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ, അത് ഹി ലേൺഡ് എവറിത്തിങ്. 10 ടാസ്ക് അനാലിസിൽ സ്കില്ലിന് 10 ടാസ്ക് അനാലിസിസ് ഉണ്ടാക്കിയോ? 10 ആ കുട്ടി വ്യക്തമായിട്ട് ചെയ്യും. സിംപ്ലി ബൈ F&B തന്നെ, ഫ്രം ഗ്രീറ്റിംഗ് ടിൽ ക്ലീനിങ് ദ ടേബിൾ ചെയ്യും. പക്ഷേ ചിലപ്പോൾ ഈ ഒരു സ്കില്ല് ഉണ്ടായിട്ടും ആ കുട്ടിക്ക് ഒരു പ്രോപ്പർ ജോലി നമുക്ക് നേടിക്കൊടുക്കാൻ സാധിക്കുന്നില്ല. അതെന്തായിരിക്കും കാരണങ്ങൾ? ഒരു 3 എണ്ണം ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, നിങ്ങളൊക്കെ വൊക്കേഷണൽ ട്രെയിനേഴ്സാണ്, പുതിയ പ്രൊജക്ട്സ് വരുന്നു. നിങ്ങൾ ഓൾ ആർ എഡ്യൂക്കേറ്റേഴ്സ്, ട്രെയിനേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്, കൗൺസിലേഴ്സ്. സോ നിങ്ങൾക്ക് ഇത് 3ഉം അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരു ട്രെയിൻഡ് ബെനിഫിഷ്യറിക്ക് ജോലി നേടിക്കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഫേസ് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് എൻ്റെ ട്രെയിനിങ് ഫെയിലായി, സങ്കടമായില്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. അപ്പോൾ എങ്കിൽ എന്താണ് മൈൻഡ് സെറ്റ് എന്ന് എനിക്ക് പറഞ്ഞു തരും. എന്താണ് മൈൻഡ് സെറ്റ്? ഒരു വ്യക്തിക്ക്, ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഒരു PWDക്ക്, ഒരു ബെനിഫിഷ്യറിക്ക് നിങ്ങളൊരു ജോലിക്ക് ശ്രമിക്കുമ്പോൾ എവിടെയാണ് ഈ മൈൻഡ് സെറ്റ് എഫക്റ്റ് ആവുന്നത്? അറിഞ്ഞേ പറ്റുള്ളൂ.
ഇതൊക്കെ ജയരാജൻ സാർ വ്യക്തമായി ഇവിടെ പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഓറൽ എക്സാം ഒക്കെ പോലെ വേണമെങ്കിൽ തന്നെ കൺസിഡർ ചെയ്യാം. ബിക്കോസ് വിജയലക്ഷ്മി മാം ഇവിടെ ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എൻ ഓറൽ എക്സാം. സോ ഐ എം ജസ്റ്റ് എൻ ഇൻവിജിലേറ്റർ. ഓക്കെ. സോ എന്തായിരിക്കാം മൈൻഡ് സെറ്റ്? ഞാനിപ്പോൾ ട്രെയിൻ ചെയ്ത വളരെ എക്സ്പേർട്ടാണ്, F&Bയിലെ ജോലി തപ്പി പോവാം, ജോലി അന്വേഷിക്കാൻ പോവാ, അല്ലെങ്കിൽ ഇവിടെ ജോലി ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഐ എം ഗോയിങ് ടു അഡ്വക്കേറ്റ് മൈ ബെനിഫിഷ്യറി, എ ട്രെയിൻഡ് ബെനിഫിഷ്യറി ഫോർ എ ജോബ് ആസ് പെർ നമ്മുടെ കൺസേൺ, അല്ലെങ്കിൽ ആ ഒരു നീഡിൻ്റെ കൺസേൺ കുട്ടി ഏബിളാണ്, റെഡി ഫോർ ദ എംപ്ലോയ്മെൻറ്റ്. എന്തായിരിക്കാം മൈൻഡ് സെറ്റ്? സൊസൈറ്റൽ മൈൻഡ് സെറ്റ്. വെരി ഗുഡ്. പിന്നെ വേറെന്തൊക്കെ മൈൻഡ് സെറ്റ് ഉണ്ട്? ഒരു കുട്ടീനെ ജോലിക്ക് വിടുമ്പോൾ, PWDനെ ഒരു ഇൻക്ലൂസീവ് സെറ്റപ്പിൽ ജോലിക്ക് വിടുമ്പോൾ, നോട്ട് ഷെൽട്ടേഡ്, നോട്ട് സപ്പോർട്ടഡ്, ഇത് സോ കോൾഡ് നോർമൽ ആൾക്കാരാണ് ചുറ്റും. ഹീൽ വിത്ത് വൺ PWD ഹൂസ് വർക്കിംഗ് ദർ അലോങ് വിത്ത് ദ ഇൻ F&B സെറ്റപ്പ്, ഇൻ റീറ്റെയിൽ അപ്പാരൽ സെറ്റപ്പ്. വേറെ ആരുടെയൊക്കെ മൈൻഡ് സെറ്റ് അവിടെ എഫക്റ്റ് ആവും? കോവർക്കേഴ്സ്. വെരി ഗുഡ്, സൂപ്പർ. ദെൻ മാം പറഞ്ഞു അല്ലേ, പാരൻസ്. പാരൻസ് സത്യം. കാരണം ആ കുട്ടീനെ ജോലിക്ക് പഠിപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ ഓരോ പാരൻസിനുള്ള എന്താവും? എൻ്റെ കുട്ടി എംപ്ലോയബിൾ ആവണം അല്ലേ? വെൻ ഇറ്റ് കംസ് ടു ദ ഡീറ്റെയിൽഡ് വാട്ട് ഹി ഓർ ഷി ഹാസ് ടു ഡു ഇൻ എ റിയൽ ലൈഫ് കാര്യത്തിൽ, റിയൽ ലൈഫ് സിറ്റുവേഷനിൽ വരുമ്പോൾ ചെറിയൊരു ഇൻഹിബിഷൻ ഉണ്ടാകാം അല്ലേ? ഭയങ്കര വെൽ ടു ഡു ഫാമിലിയാണ്, അതായത് ഷർട്ട് കഴുകുക, അങ്ങനെ ഒരു കാര്യം ആ കുട്ടി ഇതുവരെ ശീലാക്കിയിട്ടില്ല. പക്ഷെ ആ കുട്ടി എവിടെയാ? F&Bയിലേ ക്ലീൻ ദ ടേബിള്. പറ്റുമോ ആ കുട്ടിക്ക്? സ്കിൽ വൈസ് പറ്റും. ആ കുട്ടിയുടെ അച്ഛനും അമ്മ സമ്മതിച്ചില്ലെങ്കിലോ? ഞാൻ പോണ ഹോട്ടലിലേ, ഞാനൊക്കെ ടിപ്പ് 100 രൂപ കൊടുക്കണ ഹോട്ടലിൽ എൻ്റെ കുട്ടി ക്ലീൻ ദ ടേബിൾ അത്രേ. ആ കുട്ടി ജോലിക്ക് ഇടാൻ പറ്റുമോ? പറ്റുമോ? പാരന്റൽ മൈൻഡ് സെറ്റ്. ഇതൊക്കെ പോട്ടെ, ഈ കുട്ടിക്ക് ടേബിളാ, ആ കുട്ടി ഇപ്പം അതിന് വിടണ്ട, വേറെ നേരെ നോക്കാം, അല്ലെങ്കിൽ ഇത്തിരി ചെറിയ സ്കില്ല് നോക്കാം എന്ന് ചിന്തിക്കുന്ന ആരായിരിക്കും? ഒരു ട്രെയിനർ പെർസ്പെക്റ്റീവിലെ ട്രെയിനർ മൈൻഡ് സെറ്റ് ഇല്ലേ? അതുപോലെ ഇത്രയും 360 ഡിഗ്രിയിലുള്ള ഇത്രയും ആൾക്കാരുടെ സൊസൈറ്റി, പാരൻസ്, കോവർക്കേഴ്സ്, ആ കുട്ടി, ആ കുട്ടിയുടെ പാരൻസ്, ട്രെയിനേഴ്സ്, ഇത്രയും പേരുടെ മൈൻഡ് സെറ്റിൽ ഈ കുട്ടി എംപ്ലോയബിളോ എംപ്ലോയബിലിറ്റിയോ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു പ്രോപ്പർ ജോലി, പ്ലേസ്മെന്റ്, ട്രെയിനിങ് വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. ശരിയല്ലേ? യോജിക്കുന്നുണ്ടോ? ഉവ്വോ ഉവ്വോ പോരാ? ഉവ്വോ. നെക്സ്റ്റ്, മെന്റൽ ഹെൽത്ത്, മാനസികമായ ആരോഗ്യം. സ്കിൽ നമ്മൾ സാറ് പറഞ്ഞ പോലെ എവറിബഡി ഈസ് ട്രെയിനബിൾ. റിപ്പീറ്റഡ്ലി ചെയ്താൽ, റിപ്പീറ്റേറ്റീവായിട്ട് ചെയ്ത് പ്രോപ്പർ റീഇൻഫോഴ്സ്മെന്റ്, പ്രോപ്പർ ഷേപ്പിംഗ് ചെയ്താൽ എവറിബഡി വിൽ ലേൺ, റൈറ്റ് അല്ലേ? ഡിപ്പെൻസ് ടൈം. ചിലർ 3 മാസം, ചിലർ 6 മാസം, ചിലർ 9 മാസം. ടൈം ഇസ് ഡിപ്പെൻസ് ബിക്കോസ് എവറി ഇൻഡിവിജ്വൽ ഈസ് യുണീക്ക്. So they may need time. Somebody will be within 2-3 weeks. Somebody may take more time. Still പഠിച്ചു. പക്ഷേ അത് എവിടെ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയില്ലെങ്കിലോ, എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ലെങ്കിലോ, ട്രെയിനിങ് മൊത്തം വെയിനായോ? വെയിനാവില്ല അല്ലേ? ഒരു ട്രെയിനിങ്, ഒരു തെറാപ്പിയും ഒരിക്കലും വെയിനാവുന്നില്ല അല്ലേ? ആ അഭിപ്രായത്തിൽ യോജിക്കുന്നുണ്ടോ? ഉവ്വോ. അതെ, 1 മണിക്ക് നല്ല അടിപൊളി ലഞ്ചാണ് NIPMRൽ. ഓക്കെ, അപ്പം അതുവരെ ആരും ലഞ്ചിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഓക്കെ. സോ മെൻ്റൽ ഹെൽത്ത്, മാനസികമായ ആരോഗ്യം. അപ്പം ആ കുട്ടി അത് പഠിച്ചാൽ മാത്രം പോരാ, മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് വ്യക്തമായും ശക്തമായും ബെനിഫിഷ്യലായിട്ടും ഉപയോഗിക്കാനും കൂടി ആ കുട്ടി മനസ്സിലാക്കി പെരുമാറി ഉപയോഗിക്കണം. അവിടെയാണ് മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. So in our mind, we have proper mental health follow-up and counseling during training and during job placement also. And then comes transition gaps. Transition plan എന്ന് നമ്മൾ കേട്ടു. അത് എപ്പോഴാണ് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ജയരാജൻ സാറ്? എപ്പോഴാ? 13 പ്രായം അല്ലേ? അപ്പോൾ ഈ 13 വയസ്സിലെ കുട്ടി നമ്മുടെ ട്രെയിനിങ്ങിന് വരുമോ? ഇവിടെ 18 വയസ്സ് കഴിഞ്ഞാലല്ലേ വരുള്ളൂ അല്ലേ? അപ്പോൾ നമ്മളെപ്പോഴാണ് ട്രാൻസിഷൻ പ്ലാൻ ചെയ്യണ്ടേ? നമ്മളെപ്പോഴാണ് ചെയ്യണ്ടേ? വി ആർ PWD 18+ ട്രെയിനേഴ്സ് അല്ലേ? നമ്മുടെ അടുത്ത് ഈ കുട്ടി 13 വയസ്സിൽ വരുന്നില്ല, 18 വയസ്സിലേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ എപ്പോൾ ആ കുട്ടിക്ക് ട്രാൻസിഷൻ പ്ലാൻ ചെയ്യണം? ദ വെരി ഫസ്റ്റ് ഡേ. നോട്ട് ആഫ്റ്റർ ട്രെയിനിങ്, നോട്ട് ആഫ്റ്റർ അസസ്മെന്റ്. ദ വെരി ഫസ്റ്റ് ഡേ നമുക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടാവണം.
where is this guy is going to be transited. എങ്ങനെയാണ് ഈ കുട്ടി ട്രാൻസിഷൻ ചെയ്യപ്പെടാൻ പോകുന്നത്? ഇറ്റ് ഷുഡ് ബി പ്ലാൻ, ഡിസൈഡഡ്, അറ്റ്ലീസ്റ്റ് ഐഡൻറ്റിഫൈഡ് ഇൻ ദ ഫസ്റ്റ് ഡേ ഓഫ് ജോയിനിങ്, or first day of training. Don't take time till assessment, till observation, but we have to plan, right? പറ്റില്ലേ നമുക്ക്? പറ്റില്ലേ? പോരാ കോൺഫിഡൻസ്? പറ്റില്ലേ? വെരി ഗുഡ്. സോ ഹിയർ വി ക്യാൻ കവർ ദ ട്രാൻസിഷൻ ഗ്യാപ്സ്. നമുക്ക് പ്ലാനായി എവിടെ വർക്ക് ചെയ്യണം, എന്തിൽ ചെയ്യണം, എന്തിലേക്ക് ട്രാൻസിറ്റ് ചെയ്യാമെന്ന് പ്ലാനായി. അപ്പോൾ ഈ വക 3 കാര്യങ്ങളും സ്ട്രോങ് ട്രെയിനിങ്ങും ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ അല്ലേ സമൂഹമാണ്, മനുഷ്യനാണ്, ഒരു 95% നമുക്ക് നമ്മുടെ കുട്ടീനെ പ്രോപ്പറായിട്ടുള്ള ഒരു ജോബ് പ്ലേസിലേക്ക് അല്ലെങ്കിൽ ജോബ് എംപ്ലോയബിലിറ്റിയിലേക്ക്, എംപ്ലോയ്മെൻറ്റ് ലെവലിലേക്ക് എത്തിക്കാം. എംപ്ലോയബിലിറ്റി നമുക്കൊരു അതൊരു ഇക്കോ സിസ്റ്റമായിട്ട് പെർസീവ് ചെയ്യാൻ ശ്രമിക്കാം. ഒരു ഇക്കോ സിസ്റ്റത്തിൽ എന്തൊക്കെ വേണം നമുക്ക്? വെള്ളം അല്ലേ, വായു, ഷെൽട്ടർ അല്ലേ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇതുണ്ടെങ്കിലേ നമ്മുടെ ജീവിതം ഹാപ്പി ആവുള്ളൂ അല്ലേ? ആണോ? വേഗം 1 മണിയായെങ്കിലും ഞങ്ങൾ ഹാപ്പി ആവുള്ളൂ അല്ലേ? ആണോ? അതേതോ ആരാത് പറഞ്ഞത്? ദാറ്റ്സ് ക്വൈറ്റ് ഡിസപ്പോയിൻറ്റിങ്. പക്ഷെ കുഴപ്പമില്ല, ഐ എം ഓൾസോ ഇൻ യുവർ പ്ലേറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ വരേണ്ട 3 കാര്യങ്ങളാണ് ട്രെയിനിങ്, മെൻ്റൽ ഹെൽത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ട്രെയിനിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുക ട്രെയിനിങ്ങിൽ? അത് വായിക്കണ്ട. ട്രെയിനിൽ എന്താ ചെയ്യുക ട്രെയിനിങ്ങിൽ? അപ്പം ഇത്തിരി ഭംഗിയുണ്ട് കേൾക്കാന്ന് പറയും, ഉറക്കം പറഞ്ഞോളൂ, നമ്മളല്ലേ ഉള്ളൂ, ഒന്നും പ്രശ്നമില്ല. അപ്പോൾ അതാണ് ട്രെയിനിങ്, നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് എന്താ? മെൻ്റൽ ഹെൽത്ത് അല്ലേ? അതെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ മോണിറ്റർ ചെയ്യണം, എന്തൊക്കെ സപ്പോർട്ട് ചെയ്യണം, എവിടെയാണ് ആ കുട്ടി വീക്ക്, എവിടെയാണ് ആ കുട്ടി സ്ട്രോങ് എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്ത് ട്രെയിനിങ്ങിൻ്റെ കൂടെ. ഇപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഇപ്പോൾ ഞങ്ങളിന്ന് ഷെൽസിൻ്റെ കൂടെ ഗുരുവായൂർ ബസ് ട്രെയിനിലാണ് വന്നത്. തൃശ്ശൂരിൽ നിന്ന് കയറി. തൃശ്ശൂരിൽ നിന്ന് കയറുന്നത് എന്താ? തൃശ്ശൂർ ഈസ് എ ട്രെയിനിങ് അല്ലേ? നമുക്ക് അങ്ങനെ പെർസീവ് ചെയ്യാം. അപ്പോൾ അതിൽ ഈ കൽക്കരി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇടുന്നത് എന്താ? മെൻ്റൽ ഹെൽത്ത്, ഫ്യൂവല്. അത് ഇട്ടിട്ട് പ്രോപ്പറായിട്ട് ഞങ്ങൾ എവിടെ കൊണ്ട് ഇറക്കി? ഇരിഞ്ഞാലക്കുട. അതെന്താ? എംപ്ലോയബിലിറ്റി അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ്. അങ്ങനെ പെർസീവ് ചെയ്യുകയാണെങ്കിൽ ഇത് 3 നമുക്ക് നീഡാണ് വെൻ വി ആർ ട്രെയിനിങ് ഓർ മേക്കിംഗ് എ ബെനിഫിഷ്യറി എംപ്ലോയബിൾ അല്ലേ? പഠിച്ചാൽ മാത്രം പോരാ, ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? നന്നായി വർത്താനം പറയും, പക്ഷെ എവിടെ എങ്ങനെയാണ് വർത്താനം പറയണമെന്ന് അറിയില്ല. 4 പേര് വർത്താനം പറയണ്ട. അപ്പം മാം കാര്യമുണ്ടോ കമ്മ്യൂണിക്കേഷൻ കൊണ്ട്? കാര്യമുണ്ടോ? നന്നായി മടക്കണ കുട്ടിയാണ്. വീട്ടിലമ്മ തുണി മുകളിൽ നിന്ന് കൊണ്ടുവന്ന് ബെഡ് കൊട്ട തിരിഞ്ഞു നോക്കില്ല. കാരണം ഇത് ഞാൻ വർക്ക് പ്ലേസിൽ ചെയ്താൽ മതി, ഇവിടെ ചെയ്യണ്ട. കാര്യമുണ്ടോ അങ്ങനെ മടക്കാൻ പഠിച്ചിട്ട്? നന്നായിട്ട് ചായ ഉണ്ടാക്കും, മധുരിട്ടിട്ടോ മധുരമില്ലാണ്ടൊക്കെ. ഒരു ഗസ്റ്റ് വന്നാൽ പുള്ളി ഇങ്ങനെയാണ്. ഞാനല്ല അമ്മയെ ചായ ഉണ്ടാക്കുക വീട്ടിൽ. കാര്യമുണ്ടോ പഠിച്ചിട്ട്? പഠിച്ച സ്കില്ല് എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കാൻ മനസ്സിലാക്കാതെ അത് പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ കാര്യമില്ല. ഇത് ഉപയോഗിച്ച് കാശുണ്ടാക്കുകയോ ഡിഗ്നിറ്റി ഉണ്ടാക്കുകയോ ആക്സെപ്റ്റൻസ് ഉണ്ടാക്കുകയോ ബിലോങ്ങിങ്സ് ഉണ്ടാക്കുകയോ ചെയ്യാതെ പഠിച്ച സ്കില്ലുകൊണ്ട് വല്ല കാര്യമുണ്ടോ? പോളിഷ് ചെയ്ത് വല്ല കാര്യമുണ്ടോ? വീട്ടിൽ 4 ചായ ഉണ്ടാക്കി അമ്മ കൂടി വന്നാൽ പറയും നന്നായി മോനെയെന്ന്. ഗസ്റ്റ് പറയും അടിപൊളി ചായ. കാര്യമുണ്ടോ? ജീവിക്കാൻ പറ്റുമോ? ഇതേ ചായ നമ്മൾ ഹോട്ടലിൽ ഉണ്ടാക്കിയാലോ? കിട്ടിയ ദിവസം 500 രൂപ അതില്ലേ? ഇതാണ് നമ്മൾ ട്രാൻസിഷൻ പ്ലാനിൽ അല്ലെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക, ട്രൈ ചെയ്യുക. സോ വെരി ബേസിക് സ്കില്ല് വരെ നമുക്കിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് സ്ട്രെങ്ത് ആക്കി ഒരു എംപ്ലോയ്മെൻറ്റ് ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും ഇല്ലേ? ഇപ്പോൾ ഒരു വിരലിലെ ഇപ്പോൾ ചൂണ്ടുവിരലിന് ഡോക്ടറാണെങ്കിൽ മിഡിൽ ഫിംഗറിന് വേറെ ഡോക്ടറാണ്, റിംഗ് ഫിംഗറിന് വേറെ ഡോക്ടറാണ്. അങ്ങനെ സ്പെഷ്യലൈസേഷൻസ്, അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സമൂഹത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. സോ ഏതൊരു ചെറിയ സ്കില്ലും ചെറുതല്ല, എല്ലാം നമുക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് സിഗ്നേച്ചറി സൊസൈറ്റിയിൽ നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സമൂഹത്തിൻ്റെ മനസ്സ് അത്രയും വൈഡാണ് അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ എന്തിനാണ് ട്രെയിൻ ചെയ്യേണ്ട കുട്ടികളെ? ഇത് ഞാൻ പറയില്ല കേട്ടോ, ഇത് ഞാൻ പറയില്ല. നമ്മൾ എന്തിനാ കുട്ടികളെ ട്രെയിൻ ചെയ്യണേ? ജോലി കിട്ടാൻ വേണ്ടി മാത്രമാണോ ടീച്ചറെ? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ. ശരിയാണ്, ജോലി കിട്ടാൻ മാത്രമല്ല വെച്ചാൽ ജോലി കിട്ടാനും കൂടിയാണ്. അതൊരു പോയിന്റ് കേട്ടോ ടീച്ചറെ. പിന്നെന്താ പറഞ്ഞേ? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ. പിന്നെ ഈ സൈഡിൽ നിന്ന് ഒന്നും വരില്ല കേട്ടോ, അതുപോലെ ഷെൻസിലെ സൈഡിൽ നിന്ന് ഒന്നും വരില്ലേ.
പറയോ എന്തിനാണ് നമ്മൾ വാട്ട് ആർ വി ട്രെയിനിങ് ഫോർ? ഇതല്ല കേട്ടോ, നത്തിങ് റിലേറ്റഡ് ടു ദാറ്റ്. എന്തിനാ ട്രെയിൻ ചെയ്യണേ? ട്രെയിൻ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് എന്താ പറ്റുക, എന്താ സംഭവിക്കുക? ആത്മവിശ്വാസം, കോൺഫിഡൻസ്. ഐ ആം ഏബിൾ ടു ഡു നോട്ട് സംതിങ്, എവറിത്തിങ്, അല്ലേ? സോ വാട്ട് ഹാപ്പൻസ്? ഐ ബിലോങ് ഹിയർ, I can do, I can learn, I can support. I am a social human being. I can earn, I can support my family, I can shape my life. അല്ലേ? I can. സോ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് ആ കുട്ടിയുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുകയാണ്. എന്ത്? I can. You can അല്ല, I can. അല്ലേ? സോ ഈ I can എന്ന് നമ്മൾ ഊട്ടി ഉറപ്പിക്കുമ്പോൾ നോർമലി ഒരു ടീച്ചർ, ഇപ്പോൾ ഞാനാണെങ്കിലും കേട്ടോ, നമ്മൾ ആദ്യം എന്താ ഫോക്കസ് ചെയ്യുക? ഒരു ബെനിഫിഷ്യറി ഒരു കേസിൽ സ്റ്റുഡൻറ്റ് വരുമ്പോൾ എന്താ ആദ്യം ഫോക്കസ് ചെയ്യുക? എന്താ ആദ്യം നോക്കുക? ഇതെനിക്ക് ആൻസർ കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മൂല്യം നിങ്ങളുടെ ലഞ്ച് 1:15, 1:30, 2, 2:30, 3, 4 ഐ ഡോണ്ട് മൈൻഡ് ബിക്കോസ് ഐ ഹാഡ് എ വെരി ഗുഡ് ടീ റൈറ്റ് നൗ. സോ ലെറ്റ് മീ നോ. ഒരു ബെനിഫിഷ്യറി അല്ലെങ്കിൽ ഒരു കേസ് അല്ലെങ്കിൽ ഒരു കുട്ടി നിങ്ങളുടെ മുമ്പിൽ ജോബ് ട്രെയിനിങ് ജോയിൻ ചെയ്യാനായിട്ട് വന്നാൽ ഫസ്റ്റ് നിങ്ങൾ എന്താണ് ആ കുട്ടിയുടെ ഒബ്സർവ് ചെയ്യുക? യെസ് മാം, പ്രോപ്പർ വേർഡ് പറഞ്ഞു, സ്ട്രെങ്ത്. അല്ലേ? അല്ലേ? എന്ത് പറ്റില്ല എന്ന് നോക്കിയാൽ നമുക്ക് ആ കുട്ടീനെ എത്ര പെട്ടെന്ന് എംപ്ലോയബിൾ ആക്കാൻ പറ്റും? പറ്റില്ല. കറക്റ്റ്. നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യണ്ടേ? ആ കുട്ടിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്, ആ കുട്ടിക്ക് എന്തൊക്കെ അറിയാം, അല്ലേ? എബിലിറ്റി, വാട്ട് ഹീ ക്യാൻ ഡു. അല്ലേ? കാണ്ടു ഫോക്കസ് ചെയ്താൽ എന്താ സംഭവിക്കുക? നമ്മൾ ഈ കാണ്ടു എന്നുള്ളത് ക്യാൻ ആക്കണോടത്തോളം ഇരിക്കുകയുള്ളൂ. സോ ജോലി കിട്ടാതെ കിട്ടാം, ബട്ട് ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം വെൻ കമ്പയർഡ് ടു വി ആർ ഫോക്കസിങ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദ പെർട്ടിക്കുലർ ബെനിഫിഷ്യറി. അല്ലേ? നോർമലി ഇപ്പോൾ നമ്മൾ ട്യൂഷൻ വിടുന്നില്ല. എൻ്റെ കുട്ടി മാത്സിലേക്ക് പുറകിലിരിക്കുക, അതുകൊണ്ട് ഞാൻ മാത്സിന് ട്യൂഷൻ വിടുക. അല്ലേ? പുറകിലിരിക്കാന്ന് നമ്മൾ അതിനെ ട്യൂഷൻ വിടണേ. ഇംഗ്ലീഷിൽ സ്ട്രോങ് ആ, എന്താ പറയുക, നമുക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് വിട്ടുകൂടെ? പറ്റില്ല, ഈ കോമേഴ്സിന് തന്നെ വിടണം. ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലേ, വി ഹാവ് ടു ഷിഫ്റ്റ്. വേണ്ടേ? എൻ്റെ കുട്ടിക്ക് ഡാൻസേ അറിയുള്ളൂ. ഡാൻസ് പാട്ടൊക്കെ നന്നായിട്ട് ചെയ്യും, വേറെ ഒന്നുമില്ല, അങ്ങോട്ട് സ്ട്രോങ് അല്ല കേട്ടോ ടീച്ചർ ആവുന്നിട്ട് പാടും, ഡാൻസൊക്കെ കളിക്കുക, അത്രയേ ഉള്ളൂ. ഈ ഡാൻസിനെയും പാട്ടൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ കരിക്കുലർ ട്രെയിനിങ് ലെവലിലേക്ക് മാറ്റാം? എങ്ങനെയാണ് മാറ്റുക? ഈ ഡാൻസേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഡൗൺ സിൻഡ്രോം കുട്ടികളില്ലേ, അവരുടെ ഒരു ക്യാരക്ടറാണ് എന്ത് പെർഫെക്ഷനിസം. അല്ലേ? ഒരു സാധനം തുടങ്ങിയാണ്ടല്ലോ അവനത് വൃത്തിയായി കിടന്ന് നിർത്തുള്ളൂ കേട്ടോ. കേട്ടില്ലേ നമ്മൾ? അപ്പോൾ എന്താ, അവർ പെർഫെക്റ്റ് ആണ്. ADHDക്കാർ കേട്ടിട്ടുണ്ടാകും, ദേ ആർ വെരി ക്രിയേറ്റീവ്. ഷോർട്ട് കട്ട്സ് കണ്ടുപിടിക്കാൻ അവർ കഴിഞ്ഞ ഒരാളുള്ളൂ. അല്ലേ? മാം എല്ലാം അംഗീകരിക്കുന്നത് റീലിനോ. മാമിൻ്റെ പേരെന്താ മാം? ഷാനിമ. ഓക്കെ, ഷാനിമ നല്ല പ്രോപ്പറായിട്ട് റെസ്പോൺസ് വരുന്നുണ്ട്. സോ ഇറ്റ്സ് എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് പോകുന്നു. ടോക്ക് അഗൈൻ ആൻഡ് അഗൈൻ. താങ്ക് യു മാം. അപ്പോൾ ADHDക്കാർ ഭയങ്കര ക്രിയേറ്റീവാണ്. ഇപ്പോൾ ഡാറ്റ എൻട്രി ഒരു ADHD കുട്ടി പഠിപ്പിച്ചാൽ ഷോർട്ട് കീസ് വേണമെങ്കിൽ അവൻ നമ്മളെ പഠിപ്പിക്കും. ഇല്ലേ? അത് ടൈപ്പ് ചെയ്യാൻ വയ്യ, കൺട്രോൾ സി. ടൈപ്പ് ചെയ്യാൻ എനിക്ക് വയ്യ, കൺട്രോൾ സി അടിച്ചു. വർത്താനം പറയാൻ വയ്യ, കോപ്പി പേസ്റ്റ് ദ പിക്ചർ. അല്ലേ? അത് ആരാ ചെയ്യേറ്റു? അവനാദ്യം പഠിച്ചിട്ട് ഇങ്ങോട്ട് വരും. നമ്മൾ മോനെ പഠിക്കടാ, പേസ് കൂട്ടടാ, ടൈപ്പ് മാസ്റ്റർ ചെയ്യടാ. നാളെ വന്നു ടീച്ചറെ ഞാൻ ചെയ്തു, 5 മിനിറ്റ് ചെയ്തു. എങ്ങനെയാ? കോപ്പി പേസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് സാധനം കിട്ടിയ പോരെ. അങ്ങനെയുള്ള കഴിവുകളെ ഫോക്കസ് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് പെട്ടെന്ന് ജോബ് സ്കിൽ സെലക്ട് ചെയ്യാനും പറ്റും. അവരെ പെട്ടെന്ന് തന്നെ എംപ്ലോയബിൾ ആക്കാനും എംപ്ലോയബിലിറ്റി എന്നുള്ള ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേർത്താനും സാധിക്കും. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് അവിടെ. ഒരുപാട് നേരം ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന്, പക്ഷേ ഷട്ടപ്പെടെ കാര്യം ചെയ്യും. അല്ലേ? അതിനെ നമുക്കതിന് പോസിറ്റീവായിട്ട് കണ്ടുകൂടെ? നെക്സ്റ്റ്, ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്കത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്ത് പ്രോപ്പറായിട്ട് പഠിപ്പിച്ചാൽ ഹി വിൽ ബി ഏബിൾ ടു ഫോളോ. അല്ലേ? നെക്സ്റ്റ്, ബിഹേവിയർ ഇഷ്യൂസ് ഹാസ് അൺമെറ്റ് സെൻസറി നീഡ്സ്. അല്ലേ? അത് ഏറ്റവും കൂടുതൽ ആർക്കാ? ASD ഹൈപ്പർ. അല്ലേ? അപ്പോൾ ആ ഒരു സെൻസറി നീഡ് മീറ്റ് ആവാത്തതുകൊണ്ടാണ് ആ കുട്ടി ബിഹേവിയർ ഇഷ്യൂസ് കാണിക്കണേ. വാട്ട് ഈസ് ബിഹേവിയർ?
വാട്ട് ഈസ് ബിഹേവിയർ? എ സ്മോൾ ഡെഫിനിഷൻ ഫോർ ബിഹേവിയർ. ഷെൽസിന് എന്താ പറയണേ? എന്താ ബിഹേവിയർ? ബിഹേവിയർ ഇസ് എ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വയറുവേദന ഒരു ദിവസം അന്ന് വർത്താനം പറയാൻ പാടില്ല. നിങ്ങൾക്ക് വയറുവേദന എന്ന് പറയണം. നിങ്ങളൊന്ന് മൗനവ്രതത്തില്ല. എങ്ങനെയാ പറയാ വയറുവേദനയെന്ന്? എഴുതി കാണിക്കാൻ പറ്റില്ലേ? എഴുതാൻ പറ്റില്ല. നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല. എങ്ങനെ പറയും? എന്താ ആക്ഷൻ? വിശക്കുണ്ടോ? വിശക്കുണ്ടോ? എന്ത് എക്സ്പ്രഷൻ? പെയിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് കാണിക്കുക, കാണട്ടെ. അമ്മേ പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ഇങ്ങനെ തൊടുമ്പോ വിശക്കുണ്ടാ? ഉടുപ്പ് ഇഷ്ടായില്ലേ? വയറുമ്പോ തൊടണോ? എത്ര പ്രോമിറ്റ് കൊടുക്കും നമ്മള്? 101ാമത്തെ പ്രോമിറ്റാ വയറുവേദന ഉണ്ടാ അല്ലേ? എന്തായപ്പോ ഇനിയിപ്പോ നമ്മള് ഭയങ്കരമായിട്ട് ഒരു 10 ഷർട്ട് ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് ഒരു 10 ഷർട്ട് മടക്കാൻ പറഞ്ഞു, 20 ഷർട്ട് മടക്കാൻ പറഞ്ഞു. സെറ്റ് ചെയ്തിട്ടില്ല, സൂപ്പർ മാർക്കറ്റ് ഇല്ല കേട്ടോ. ഇമാജിനറി ഒരു 10 ഷർട്ട് കൊണ്ടുപോടാ മടക്കാൻ പറഞ്ഞു. 10 ഷർട്ട് മടക്കി, 4 ഷർട്ട് മടക്കി. മടക്കാൻ എക്സലന്റ് കേട്ടോ. സ്മോൾ സൈസ് എന്ന് പറയാം. ഷർട്ട് എസ് സ്മോള്, എം മീഡിയം, എക്സ്ട്രാ എക്സലും എക്സ്ട്രാ ലാർജാണ്. അത്ര കറക്റ്റായിട്ട് പറയും. അവനെ നമ്മൾ ജോലിക്ക് റെഡി ആവുന്നു വിട്ടു. അവിടെ പോയിട്ട് ആശ അങ്ങനെ നിൽക്കുക. എസ് എന്ന് ചോദിച്ചാലേ സ്മോൾ പറയുന്നുണ്ട്, ഞാൻ എക്സൽ എന്ന് ചോദിച്ചാലും എക്സ്ട്രാ ലാർജ് എന്ന് പറയുന്നുണ്ടെന്ന്. അങ്ങനെയാ ടീച്ചർ പറഞ്ഞേക്കണേ. പറ്റുമോ? അങ്ങനെ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ക്ലാസ് റൂമില്? എന്ത് ചെയ്യണം ക്ലാസ് റൂമില്? സ്റ്റിമുലേറ്ററി ക്ലാസ് റൂംസ്. നമ്മളിപ്പോ VR കേട്ടില്ലേ? VR വിർച്വൽ റിയാലിറ്റി. ഡ്രൈവിംഗ് ഒക്കെ ഇപ്പൊ സ്റ്റിമുലേറ്ററിലെ പഠിക്കണം അല്ലേ? ഗട്ടറൊക്കെ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ വരും. ഗട്ടർ ചാടി ചാടി പോകുന്നു, ആ ബ്രേക്ക് ഇട്ടു, ആൾ വന്ന് ഇടിച്ചു. അതുപോലെ സ്റ്റിമുലേറ്ററി ക്ലാസ് റൂംസ് പ്രൊവൈഡ് ചെയ്യുക. എക്സാക്ട്ലി ലൈക്ക് എ വർക്ക് പ്ലേസ്. അപ്പൊ സ്കില്ല് മാത്രം മതിയാ? ഷർട്ട് മടക്കലും ചായ ഉണ്ടാക്കലും ക്ലീൻ ചെയ്യലും മാത്രം മതിയോ? എപ്പോഴാണ് ഞാൻ ചായ കൊടുക്കണ്ടേ? എപ്പോഴാണ് ഞാൻ ചായ ഗ്ലാസ് എടുക്കണ്ടേ? അല്ലേ? അവിടെ വെയിറ്റ് ചെയ്യണം കസ്റ്റമർക്ക് ചായ കൊടുത്തിട്ട്. അല്ലെങ്കിൽ അടുത്ത ഓർഡർ ഉണ്ടോ സാർ? ചൂടുവെള്ളം. ചൂടുവെള്ളം വെയിറ്റ് ചെയ്യണം അവിടെ F&Bയിൽ. ഒരാൾ വന്ന് റെഡ് ഷർട്ട് എക്സൽ ചോദിച്ചാൽ ഇവിടെ കിട്ടിയില്ലേ സാർ, ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ, ഞാൻ അകത്ത് പോയിട്ട് എടുത്തു കൊണ്ടുവരട്ടെ എന്ന് പറയണം. വേണ്ടേ? അപ്പോൾ നമുക്ക് അങ്ങനത്തെ സ്കില്ലുകൾ കൂടെ along with skill training നമ്മൾ സ്റ്റിമുലേറ്ററി, സിറ്റുവേഷൻ ക്രിയേറ്റഡ്, റോൾ പ്ലേ, സ്റ്റോറി, സിനാരിയോസ് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ കസ്റ്റമറായിട്ട് വരിക, എനിക്ക് ഏത് കല്യാണത്തിന് പോകണം, ഒരു സാരി വേണം. അപ്പോൾ ഈ കുട്ടിയുടെ കോട്ടൺ സാരി ഇല്ല. അപ്പോൾ കുട്ടി എന്താ പറയുക ടീച്ചർ? എനിക്ക് കല്യാണത്തിന് ഒരു സാരി വാങ്ങണം. ടീച്ചർ എന്താ പറയുക? ടീച്ചർ ഇപ്പോൾ തുണിക്കടയിൽ വർക്ക് ചെയ്യുക. ടീച്ചർ എന്താ പറയുക? ഞാൻ പറഞ്ഞു, ഞാനാണ് കസ്റ്റമർ. ടീച്ചർ എനിക്ക് കല്യാണത്തിന് ഒരു സാരി വേണം, ഒരു സാരി എടുക്കാൻ സഹായിക്കുമോ? എവിടെയാണ് കിട്ടുക? അപ്പോൾ എന്താ ടീച്ചർ എന്താ പറയുക? ആസ് എ സെയിൽസ് എക്സിക്യൂട്ടീവ് ഇൻ റീറ്റെയിൽ സൂപ്പർ അപ്പാരൽ എന്താ പറയുക? ഒരു 1000-1500 മതി. കാരണം അതിൽ കൂടുതൽ പോകേണ്ട. അളിയൻ്റെ കല്യാണമാണ്. ശരി, അപ്പം എനിക്കൊരു പട്ട് സാരി മതി, കാഞ്ചീപുരം പട്ട്. 1500 കിട്ടണം. ഒരു ബ്ലൂവിൽ ഗോൾഡൻ വർക്കുള്ളൊക്കെയാണ് ഇഷ്ടമാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഈ കുട്ടി നിൽക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കോട്ടൺ സാരി വിൽക്കുന്ന ഒരു സ്റ്റോളിൻ്റെ അവിടെയാണ് നിൽക്കണേ, കടയിൽ കേട്ടാ. ഞാൻ ആദ്യം ഇത് പറഞ്ഞേ. എനിക്ക് വേണ്ടത് പട്ട് സാരിയാണ്. പക്ഷെ ആ കടയിൽ ഉണ്ട് പട്ട് സാരി എന്ന് എനിക്കറിയാം. എന്നിട്ടാണോ ഞാൻ വന്നത്? സെക്കൻഡ് ഫ്ലോറിലാണ് പട്ട് സാരി. ആണോ? ശരി, കറക്റ്റ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിപ്പിക്കാൻ പറ്റുമോ? വെറുതെ സാരി മടക്കണമെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വേണം? റോൾ പ്ലേ വേണം അല്ലേ? സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത റോൾ പ്ലേസ്. പല റോളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പണ്ട് ചെയ്തിട്ടില്ലേ? ജല്ലുമിൽ കയറലും മരത്തുമിൽ കയറലൊക്കെ. ഇവിടെ നമ്മൾ കസ്റ്റമർ ആകുന്നു. നേരെ മറിച്ച് അക്കൗണ്ടൻ്റ് ആയിട്ട് വരികയാണെങ്കിലോ, കണക്ക് കൂട്ടാൻ പറ്റാത്ത കുട്ടി കണക്ക് പഠിപ്പിക്കാൻ വരികയാണെങ്കിൽ ഞാൻ അക്കൗണ്ടൻ്റാണ്. 100 രൂപ, നീ 50 രൂപയുടെ സാധനം വാങ്ങിച്ചേ, ഞാൻ 25 രൂപ കൊടുക്കുള്ളൂ. 100 രൂപ തന്നു. അപ്പോൾ അവൻ പറയൂ 25 രൂപ ബാലൻസ് മതിയെന്ന് പറഞ്ഞ ആരായി? അവന് നെഗറ്റീവ് മാർക്കാ. ബാക്കി 25 എടുക്കുന്ന പറയാം. അപ്പോഴത്തെ ഫ്രണ്ടോ ട്രെയിനറോ പോയി ചോദിച്ചിട്ട് വാങ്ങിച്ചിട്ട് വരണോ? എന്ത് പഠിച്ചു? ബാലൻസ് വാങ്ങാൻ പഠിച്ചു. മൈനസ് ചെയ്യുക കാൽക്കുലേറ്റർ എടുത്തിട്ട്. മൈനസ് എന്താ? എക്സ്ട്രാ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കാൽക്കുലേറ്റർ കൊടുക്കാം. ബട്ട് മൈനസ് എന്താ? അഡീഷൻ എന്താ? നമുക്ക് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്തോ ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയിലൂടെ മാത്രമേ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ പറയില്ല. ബട്ട് ദാറ്റ് ഈസ് എൻ ഈസിയസ്റ്റ് വേ.
ഇതുപോലെ തന്നെ കുറച്ച് സ്കില്ലുകൾ നേരത്തെ ജയരാജ് സാർ പറഞ്ഞ സെയിം വേർഡ്സ് ഞാൻ വീണ്ടും കടമെടുക്കുകയാണ്, ക്ഷമിക്കണം. വർക്ക് റെഡിനെസ് സ്കിൽ, ചില സ്കില്ലുകൾ നമ്മളോട് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. പങ്ക്ച്വാലിറ്റി, ഞങ്ങളുടെ അവിടെ മഞ്ഞിൽ പഞ്ചിങ് മെഷീൻ ഉണ്ട്. 8:59 വന്ന് 9 മണിക്ക് പഞ്ച് ചെയ്യുക, വൈകിട്ട് 4:20 പഞ്ച് ഔട്ട് ചെയ്യുക. ഇതിന് ശേഷവും ശേഷം പഞ്ച് ചെയ്താൽ ഹാഫ് ഡേ സാലറി കട്ട്. ഫോർ ഡേ സാലറീസ് റീഇൻഫോഴ്സ്മെൻറ്റ്. അവിടുത്തെ ഒരു സ്റ്റാർ അങ്ങോട്ട് എടുക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റാർ അങ്ങോട്ട് വയ്ക്കും. പങ്ക്ച്വാലിറ്റി, വർക്ക് പ്ലേസ് ബിഹേവിയർ, നല്ല ബിസി പരിപാടിയാണ്, നല്ല ബിസി സമയമാണ് കേട്ടോ. പുള്ളിയക്കാരൻ ഇങ്ങനെ നിൽക്കുക, എല്ലാവരും ചെയ്യണല്ലോ, ഞാൻ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ഇപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്യണേ. ഒരു ഗ്ലാസ് വെള്ളം വീണോടെ, ഞാൻ ഇന്ന് തുടക്കണേ, അവൻ തുടച്ചോളൂ. വർക്ക് പ്ലേസ് ബിഹേവിയർ, എന്തൊക്കെ എങ്ങനെയൊക്കെ ആരോടൊക്കെ സംസാരിക്കാം, എന്തിനു സംസാരിക്കണം. റെപ്പറ്റേഷൻ ടോളറൻസ്, ചെയ്ത് തന്നെ ചെയ്യേണ്ടി വരില്ലേ അല്ലേ? ഗ്രീറ്റ് ചെയ്തത് ഗ്രീറ്റ് ചെയ്യുന്നെ, സെർവ് ചെയ്യുമ്പോൾ സെർവ് ചെയ്യുന്നെ അല്ലേ? റെപ്പറ്റേഷൻ നമുക്ക് ബോറടിക്കുമോ? ബോറടിക്കാതെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഗോൾ ഫോക്കസ്ഡ് ആണ് അല്ലേ? 9 to 6 ദിസ് ഇസ് മൈ ജോബ്, ഇതാണ് ഞാൻ ചെയ്യേണ്ടത്. എനിക്കിത് ബോറടിക്കേണ്ട ആവശ്യമില്ല, ബോറടിക്കാൻ പാടില്ല. ബിക്കോസ് ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു ഡു ഹിയർ. ഹാൻഡ്ലിംഗ് ഫീഡ്ബാക്ക്. ഹാൻഡ്ലിംഗ് ഫീഡ്ബാക്ക് എന്തായിരിക്കും മാം? എന്താ ഹാൻഡ്ലിംഗ് ഫീഡ്ബാക്ക്? എല്ലാവരും പോസിറ്റീവായിട്ട് കൊടുക്കും, അടിപൊളി സൂപ്പറായി ചെയ്തെന്ന് പറയൂ. നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്ക് എനിക്കിഷ്ടമാണ്. ഞാൻ ഒപ്പം ദേഷ്യപ്പെടൽ കയ്യിലെ ഗ്ലാസ് വലിച്ചെറിയും. എക്സാക്ട്ലി. നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ളതുമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ, കമൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ ലഭിക്കാം. ഡോണ്ട് ലൂസ് യുവർ കൺട്രോൾ. ഇമോഷണൽ റെഗുലേഷൻ. ഫേസ് ഇറ്റ് ആൻഡ് സേ സോറി. റൈറ്റ്? ഇഫ് ഇറ്റ് ഇസ് യുവർ മിസ്റ്റേക്ക്, സേ. വേണ്ടേ? നമ്മൾ എത്ര പേരായി സോറി പറയും? ആര് പറയും സോറി ആദ്യം? പോട്ടെ, സോറി പോട്ടെ, താങ്ക് യു ആര് പറയും? വാ, വെരി ഗുഡ്. ഒരാളുടെ ഫേവർ ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി താങ്ക് യു പറയുക അല്ലേ? ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. എത്ര പേര് തയ്യാറാവും പറയാൻ? പോട്ടെ, ഒരു താങ്ക് യു വെൽക്കം പറയാൻ ആർക്ക് തയ്യാറാവും? വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. അറ്റ്ലീസ്റ്റ് റേസിംഗ് ദ ഹാൻഡ്സ്. യാ മാം. സോ നെക്സ്റ്റ് ഇസ് ട്രാൻസിഷൻ. എഗെയിൻ സാറ് പറഞ്ഞ സെയിം ടോപ്പിക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. വേർ ദ ട്രാൻസിഷൻ സ്റ്റാർട്ട്സ്? എവിടുന്നാണ് ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുക? ട്രെയിനിങ് റൂം അല്ലേ? ട്രെയിനിങ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അസസ്മെന്റ് കഴിഞ്ഞിട്ട് ഈസ് എംപ്ലോയബിൾ റെഡി എന്ന് പറയുമ്പോഴെല്ലാം ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ, ഫസ്റ്റ് മിനിറ്റിൽ നമ്മൾ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യും. IEP, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഓർ പ്ലാൻ. ഞങ്ങൾ മഞ്ഞിൽ 5 സ്കില്ല് എടുക്കും. 3 ഫങ്ഷണൽ അക്കാഡമിക് സ്കില്ല്, 2 സ്കിൽഡ് ജോബ് ബേസ്ഡ്. മണി, ടൈം ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിച്ച് ഇസ് റിയലി മാൻഡേറ്ററി അല്ലേ? 20,000 ശമ്പളം, ഹാൻഡിൽ അറിയില്ല. 9:00 എത്തണം, 9 മണിക്ക് ബസ്, 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം, 7:00 ഭക്ഷണം കഴിക്കണം, 7 മണിക്ക് നീക്കണം, 6:30 എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, ഉറങ്ങിയാൽ മതി അല്ലേ? അപ്പോൾ ഈ പ്ലാൻ ചെയ്യാൻ കുട്ടിക്ക് എന്ത് വേണം? ബേസിക് ഐഡിയ, ടൈം വേണം. ഇതൊക്കെ ടൈമും മണി സ്കില്ലൊക്കെ കറക്റ്റാ. കുട്ടിക്കൊട്ടൊരു പേര് പറയാറിയില്ല, എവിടെ നിന്ന് വരണമെന്നറിയില്ല. പറ്റുമോ? കാര്യമുണ്ടാ? പറയാൻ അറിഞ്ഞില്ലെങ്കിൽ കാണിക്കാൻ അറിയണോ? വായിക്കാൻ അറിയണോ? ഹിയർ കംസ് എക്സ്പ്രസീവ് ആൻഡ് റിസെപ്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. Then take 2 skills. But that is what we are doing because to support. ഒരെണ്ണം കിട്ടിയാൽ അടുത്ത് പിടിക്കാമല്ലോ. 2 സ്കിൽ, അങ്ങനെ 5 സ്കില്ലുകൾ. ബേസിക് അക്കാഡമിക്സ് എല്ലാം വിത്ത് ജോബ് സ്കിൽസ്. അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. Then stimulated learning. As I have already told you, stimulated learning. Don't tell them to imagine, think. Our customer നിന്റെ ദേഷ്യം. Don't think. Act you as a customer. Shout on him. Let him react. Then shape the behavior, shape the situation. Don't ask them to imagine, think, believe, act it out. Use it the real life, really. So that is about stimulated learning. Actually, ഞാനൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. That is how we are training them. In our Man Indu Adarsh, we have almost 8 different departmental training. From the very beginning, like housekeeping, pantry, kitchen assistant, F&B, retail apparel, retail supermarket, and supermarket, laundry, housekeeping. Yeah.
സോ ഇതിലൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. അപ്പോൾ സിംപ്ലി F&B, ഫുഡ് ആൻഡ് ബിവറേജസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രീറ്റിംഗ് ആൻഡ് ക്ലീനിങ് ദ ടേബിൾ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഉച്ചയ്ക്ക് ചുമ്മാ നീ ഒരാൾ വരുന്നുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റിയലി നേരത്തെ പറഞ്ഞ പോലെ ഇമാജിൻ ആണ്. ബട്ട് വി വോണ്ട് ഡു ദാറ്റ്. ഡ്യൂറിങ് ലഞ്ച് ടൈം ദേ ഹാവ് ടു അറേഞ്ച് എ ഡൈനിങ് ഏരിയ. ഒരു ടേബിളിൽ 4 പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ട് അവർക്ക് കഴുകി തുടച്ച പ്ലേറ്റ് പെർ ഹെഡ് കൊടുത്തിട്ട് വാട്ടർ സർവീസ് ചെയ്തിട്ട് അതാത് ഇവിടെ ഇരിക്കൂ സാർ എന്ന് പറഞ്ഞ് കസേര പിന്നിലേക്ക് വലിച്ച് ഇരുത്തിയിട്ട് അവർക്ക് വേണ്ട സ്പൂണോ വെള്ളമോ ഫോർക്കോ കൊടുക്കുക. ഞങ്ങൾക്ക് എളുപ്പമായി അല്ലേ? ഇരുന്ന് കണ്ടാൽ മതി, പറയണ്ട എടുക്കടാ കഴിക്കടാന്ന് അവർ ചെയ്തോളും. നോ, ഞങ്ങൾ അങ്ങനെയല്ല അതിനെ പെർസീവ്. ഞങ്ങൾ അങ്ങനെ പെർസീവ് ചെയ്തേ ആ കുട്ടി ഇന്ന് 1 to 3 സ്കില്ല് ചെയ്തു. Okay, it's a formal assessment, observant, and for us, but for them, it's an exposure to use their learned things. അല്ലേ? അങ്ങനെ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെ പറഞ്ഞാൽ എൻ്റെ ഈ ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടുള്ള പ്രഭാഷണം ഞാനിവിടെ നിർത്തുന്നതായിരിക്കും. പക്ഷെ ഐ നീഡ് an activity which you people are using to use those learned skills to make it more എഫക്റ്റീവ് ആൻഡ് അഡാപ്റ്റീവ് ഫോർ ദം. ഒരു ആക്ടിവിറ്റി എന്നോട് ഷെയർ ചെയ്യണം ആരെങ്കിലും. എങ്കിൽ മാത്രമേ പാവൻ ജോൺസിക്ക് ഞാൻ മൈക്ക് കൊടുക്കുള്ളൂ. ഓക്കെ, ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് വൈകുന്നേരം കാപ്പി തരേണ്ട ഡ്യൂട്ടി. റീസെൻ്റ്ലി ഞാൻ ഇപ്പോൾ ഷുഗർ ഡയറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ എനിക്ക് കസ്റ്റമൈസ്ഡ് ഷുഗർ ഇല്ലാത്ത കാപ്പിയോ ചായയോ വേണം. ജോൺസിക്ക് പാലില്ലാത്ത ചായ വേണം. ഈ കുട്ടിക്ക് കാപ്പി മാത്രമേ കൊടുക്കുള്ളൂ, കാപ്പി വേണം. സ്റ്റുഡൻസ് 2 പേർക്ക് ചൂടുവെള്ളം വേണം. ഇതൊക്കെ ഓർത്തിരുന്ന് കറക്റ്റ് അതാത് സമയത്ത് ക്ലോക്ക് നോക്കി, ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ട് അവിടെ, അനലോഗ് ഇസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഹിം, നോക്കി കറക്റ്റ് 11:05 ആകുമ്പോൾ ഇത് ഉണ്ടാക്കി സെർവ് ചെയ്യുക. ഇറ്റ് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റി. രാവിലെ വന്നാൽ അടിച്ചു വരാൻ തുടങ്ങിയ ഹൗസ് കീപ്പിംഗ് പിള്ളേരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. 9 മണിക്ക് വരെ വിത്തിൻ 9:30 ക്ലീൻ ദ സർഫസ്. റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ. നമ്മൾ ആരും ഒന്നും പറയില്ല. ഫസ്റ്റ് 2-3 days they have given prompt, have given reinforcement, shaping and all, but now it became വലിയ ഓടുക. 9:01 ടീച്ചർ ഇപ്പോൾ ഒരു 9 എനിക്ക് അടിച്ചു വരി തുടച്ചില്ലെങ്കിൽ ഇടിയാവും, അല്ലെങ്കിൽ ശരിയാവില്ല. അതിന് വന്ന് കണ്ടാൽ മോശമല്ലേ? പ്ലേറ്റ് 2 മണിക്ക് ലഞ്ചിൻ്റെ ഏരിയ, ഡൈനിങ് ഏരിയ ക്ലീൻ ആയിരിക്കണം. ഹൗസ് കീപ്പിങ്ങിൻ്റെയും F&Bയുടെയും ഡ്യൂട്ടിയാണ് അത്. ക്ലീൻ ആയിട്ട് 2 o'clock ഞങ്ങൾ വരുമ്പോൾ ഏരിയ ക്ലീനാണ്. ടേബിളിൻ്റെ മുകളിൽ പ്ലേറ്റൊക്കെ ക്ലീൻ ആക്കി തുടച്ച് വെച്ചു. സോ ഇറ്റ്സ് വർക്ക് സ്റ്റിമുലേറ്റഡ് ഏരിയ അല്ലേ? അങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങൾ നമ്മൾ പഴയ കാരണന്മാർ പറയും പ്ലാവിലെടുക്കാൻ പറ്റിയ പ്ലാവിലെടുപ്പിക്കണം എന്ന്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ അവരെ സാറ് പറഞ്ഞ പോലെ ഒരു ഹിമാലയം നമുക്കവരെ കൊണ്ട് കയറ്റിക്കാം.